കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള കലഹം ഡൽഹിയിലേക്കും നീളുകയാണ്. മുഖ്യമന്ത്രി പദവിക്കായി ചരട് വലിക്കുന്ന 3 നേതാക്കളുമായി ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. തീരുമാനം വേഗത്തിലുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. മുഖ്യമന്ത്രി 3-1 ആരാകുമെന്ന് ഇന്ന് അറിയാൻ സാധിക്കുമോ? 4 മണിക്കുള്ള ചർച്ച എത്രത്തോളം നിർണായകമാണ്? ആരൊക്കെയാകും ഈ ചർച്ചയിൽ പങ്കെടുക്കുക? ദിലീപ്. അശ്വതി, നിലവിൽ എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ആരാകും എന്നതിന് കൃത്യമായ അറിവൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ കൃത്യമായൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ടും 3 പേരും ശക്തമായ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. തനിക്ക് തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള വാശി തന്നെയാണ് 3 പേരും ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ VD സതീശനെ മാക്കണമെന്നൊരു വിഭാഗം പറയുമ്പോഴും സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിനാണ് കുറച്ചും കൂടി സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ MLA-മാരുടെ പിന്തുണ ഉള്ളത് KC വേണുഗോപാലിനാണ്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിന് നറുക്ക് വീഴുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതേസമയം VD സതീശൻ്റെ സ്റ്റാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ല എങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ട എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കർക്കശമായി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും 3 കാര്യങ്ങളാണ് ഈ AICC അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് MLA-മാരുടെ പിന്തുണ ആർക്കൊക്കെയാണ് ഉള്ളത്, അതിനുശേഷം പറയുന്നത് ജനകീയ പിന്തുണ, തേർഡ് എന്ന് പറയുന്നത് ഈ ഘടകകക്ഷികളുടെ പിന്തുണ. ഈ 3ഉം വിലയിരുത്തിയതിനു ശേഷമായിരിക്കാം ഇന്ന് എന്തായാലും, അല്ലെങ്കിൽ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, സ്വാഭാവിക ഈ 3 ആർക്കാണ് ഭൂരിപക്ഷമുള്ളത് അവരായിരിക്കും സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. ഇന്ന് എന്തായാലും വൈകിട്ട് 4 മണിക്ക് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാണ് ഇവർ 3 പേരും കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രത്യേകമായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ 3 പേരും ഒരുമിച്ച് ചേർത്തതിന് ശേഷം മാത്രമായിരിക്കും ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന അറിവുകൾ. അതേസമയം രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇന്ന് ഈ ചർച്ചയ്ക്ക് തയ്യാറല്ല, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കില്ല എന്നൊരു ഔദ്യോഗിക റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അവസാന ഘട്ടത്തിൽ മാത്രമേ അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തൂ എന്ന് ഈ ഒരു വിഷയത്തിലേക്ക് വരും എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡൽഹിയിലെ കേരള ഹൗസിൽ എത്തിയിരുന്നു. ആ സമയത്ത് ഒരുപാട് കോൺഗ്രസിൻ്റെ തന്നെ അതായത് യൂത്ത് ലീഗിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് KPCC പ്രസിഡന്റ് KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രതിഷേധമുണ്ടായിരുന്നു. ആ വിഷയത്തെപ്പറ്റി ഇന്ന് സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു, അത് പ്രതിഷേധമല്ല, എനിക്ക് നൽകിയ സ്വീകരണം എന്നാണ് അദ്ദേഹം അതിനെ വിലയിരുത്തിയത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിനെ പ്രതിഷേധത്തെ സ്വീകരണമാക്കി എന്തടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചർച്ച ഇന്നത്തോടെ അവസാനിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.